ഇത് റിജോയെ അലീനയാണ്. റിജോ പുരാതന ജാക്കോബൈറ്റ് ഫാമിലി അല്ലേ? യെസ്. അലീന ക്നാനായ കാത്തലിക്സ് ആണ്. യാക്കോബയിലേക്ക് പോകുമ്പോൾ ചടങ്ങ് അറിയോ? ഇല്ല. നമ്മൾ ബ്രൈഡാണ് ആദ്യം കയറേണ്ടത്. പപ്പയുടെ അമ്മയുടെയും കൈ പിടിച്ച് പള്ളിയിൽ ചെന്ന് റൈറ്റ് സൈഡിൽ നിൽക്കണം. ക്നാനായ കാത്തലിക്സ് ഒക്കെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലാണ്. ഗ്രൂമിന്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇത് ബ്രൈഡിന്റെ റൈറ്റ് സൈഡിൽ തോഴ്മക്കാരി വന്ന് നിൽക്കണം. ആദ്യം വരുന്നത് മോതിരടിയിലാണ്. ബ്രൈഡിനും ഗ്രൂമിനും മോതിരമിടും. മോതിരം വാഴ്ത്തിയിട്ട് ആദ്യം ഗ്രൂമിന്റെ വിരലിട്ട് കൊടുക്കും. വലതുകൈയുടെ ഈ വിരലാണ്. അതിനുശേഷം ബ്രൈഡിന് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഏവങ്കേലിയോൻ വായിക്കുന്ന ഒരു സംഭവമുണ്ട്. അന്നേരം നമ്മളത് ശ്രദ്ധിച്ചിരിക്കുക. എപ്പോഴും അൾത്താരയിലേക്ക് നോക്കിയിരിക്കുക. അച്ഛന്മാർ ജനങ്ങളെ നമ്മളെ നോക്കി ഇങ്ങനെ കുരിശ് വരയ്ക്കും. നമ്മളും കുരിശ് വരയ്ക്കണം. അതിനുശേഷമാണ് നമ്മൾ കിരീടം എന്ന് വെച്ചാൽ നമ്മുടെ മാലയുടെ വാഴുവിൻ്റെ ശുശ്രൂഷയുണ്ട്. ആദ്യം ചെറുക്കൻ്റെ തലയിൽ 3 വട്ടം വാനിൽ നിന്ന് ഒരു മകുടമെന്ന് പറയും 3 വട്ടം ഇങ്ങനെ വാഴ്ത്തിയിടിക്കും. അത് ആളുടെ കഴുത്തിലിടും. അതിനുശേഷം ബ്രൈഡിൻ്റെ കഴുത്തിൽ 3 വട്ടം വാഴ്ത്തി കഴുത്തിലിടും. അപ്പം ബാക്കിൽ നിന്ന് നമ്മുടെ തോഴ്മക്കാരി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ആള് ഇത് പിടിച്ച് അല്പം മാറ്റി കൊടുക്കണം. അതിനുശേഷമാണ് ചെറുക്കൻ്റെ ഫ്രണ്ടിൽ മിന്ന് കെട്ടാൻ വേണ്ടി പിടിച്ചു കയറുന്നത്. അപ്പോഴെന്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ തോഴ്മക്കാരി ഈ വെയിൽ പിടിച്ച് മാറ്റി തരും. ആള് മിന്നു കെട്ടാൻ പഠിച്ചാ? ആള് മിന്ന് കെട്ടിത്തരും. മിന്ന് കെട്ടിയതിന് ശേഷം മന്ത്രകോടി ആളിൻ്റെയിലും അച്ഛനും കൂടെ പിടിച്ച് ഒന്നിച്ചാണ് തലയിലേക്ക് ഇടുന്നത്. അതിന് ശേഷമാണ് നമ്മൾ കൈ പിടിച്ച് തരുന്നത്. നിങ്ങൾ രണ്ടുപേരും കൈ പിടിച്ച് ചേർത്ത് വെക്കും. അതിനുശേഷം കൈ പിടിച്ച് ആ പ്രാർത്ഥന കഴിയുമ്പോൾ കുരിശ് വരച്ചിട്ട് നമ്മൾ നിൽക്കണം. നമ്മുടെ കല്യാണത്തിൽ ശുശ്രൂഷ കഴിയും. ചെന്ന് രണ്ടുപേരും ഒപ്പിടുക, സാക്ഷികൾ ഒപ്പിടുക, അച്ഛന്മാരുടെ ഫോട്ടോ, ഫാമിലിയുടെ ഫോട്ടോ. പരമ്പരാഗത യാക്കോബ ഫാമിലിയിലേക്കാണ് അലീന ചെല്ലുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സന്തോഷിക്കുക, അഭിമാനിക്കാം, ഹാപ്പിയായിട്ട് ജീവിക്കുക. Thank you. Yeah.